ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു കിടിലൻ ലൂട്ടാണ്. ഈ ലൂട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ പേടിഎം വാലറ്റിലോട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ ലൂട്ട് യൂസ് ചെയ്ത സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയി. ഏകദേശം 2 മിനിറ്റിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ അധികം നേരം വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒന്ന് സൈനപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സൈനപ്പ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നുണ്ട്. സൈനപ്പ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി വിഡ്രോവലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ ഇത്തിരി ടൈം എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൺഫേം ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് പ്രൂഫ് അടക്കം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകണമെങ്കിൽ മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കണം ഓൾ എന്ന പക്ഷേ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസും ലിമിറ്റഡ് ബില്ലുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ വഴി വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ അറിയിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ആപ്ലിക്കേഷൻ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒന്നുമില്ല. ഇതിൽ നമുക്കൊരു ലൂട്ടാണ്, അതായത് ഒരു പേടിഎം ലൂട്ടാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേടിഎം നമ്പർ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. ഏകദേശം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം 22 MB വരുന്നൊരു ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ സ്കിപ്പും കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്യരുത്. നേരെ നിങ്ങൾ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുൾ നെയിം ചോദിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പേടിഎം നമ്പർ നമ്മുടെ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പേടിഎം നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. അതായത് നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ വാലിഡായ ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ താഴെ കൊടുത്ത കണ്ടീഷൻസൊക്കെ നിങ്ങൾ പാലിക്കണം. അതായത് അപ്പർ കേസ്, ലോവർ കേസ്, അതായത് വലിയ അക്ഷരം ചെറിയ അക്ഷരമൊക്കെ യൂസ് ചെയ്തിട്ട് കിടിലായിട്ടൊരു പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നെയിം എൻ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അത്ര വലിയ പ്രോബ്ലം ഒന്നുമല്ല, അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത നമ്പർക്ക് ഒരു OTP സെൻഡ് ആവുന്നതായിരിക്കും. ആ OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുത്ത ഇമെയിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തെറ്റരുത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജിലോട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആവും. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ പേടിഎം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പേടിഎം ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ പാസ്ബുക്ക് എടുക്കുന്നുണ്ട്. പാസ്ബുക്ക് എടുത്തതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നതായിരിക്കും. ഏകദേശം 10 രൂപ നിങ്ങളുടെ പേടിഎം വാലറ്റിലോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 10 രൂപ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസീവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവാർഡ് ബൈ ലൂട്ട് ക്യാമ്പയിൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് വന്നായിരിക്കും. ഈ ലൂട്ട് എത്ര കാലം നിലനിൽക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുക, അതായത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാവുന്നതാണ്. അതായത് ലൂട്ട് എക്സ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ലിങ്ക് കൊടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് താഴെ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു മണി മേക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.